السلام عليكم ورحمة الله وبركاته. الحمد لله الذي نعمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഖതീബ് ഇന്നത്തെ ഖുതുബയിലൂടെ വിശദീകരിച്ചത് തൗബയെ സംബന്ധിച്ചാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസത്തെ വരവേൽക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. ഒരാളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അസുലഭ സന്ദർഭങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ റമദാനിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. ഒരാളുടെ ജീവിതത്തിൽ ഒരു റമദാൻ ലഭിച്ചാൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ സൗഭാഗ്യവും സ്വർഗവുമാണ്. പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ചില തർത്തീബുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. മാനസികമായും ശാരീരികവുമായും ഒക്കെ അതിന് തയ്യാറാകേണ്ട ഒരു സന്ദർഭമാണത്. നാട്ടിലൊക്കെ നനച്ചുകുളിയുടെ പേരിൽ പള്ളികളും വീടുകളുമൊക്കെ പരിസരങ്ങളുമൊക്കെ വൃത്തിയാക്കുന്ന ഒരു സന്ദർഭം. വളരെ പ്രധാനമായി വൃത്തിയാക്കേണ്ട ഒരു സ്ഥലം, അത് മനുഷ്യർ മറന്നുപോകുന്നു. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് ശരിയായാൽ എല്ലാം ശരിയായി, അത് മോശമായാൽ എല്ലാം മോശമായി. മനസ്സിലാക്കുക, അതാണ് ഹൃദയം. മനസ്സ് നന്നാക്കാനുള്ള ഒരു ശ്രമം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തൗബ എന്ന് പറയുന്നത്. മനുഷ്യ സഹജമാണ് തെറ്റുകൾ പറ്റിപ്പോകുക, പാപങ്ങൾ ചെയ്തു പോവുക എന്നുള്ളത്. പക്ഷേ അതിന് പരിഹാരം അള്ളാഹു നിർദ്ദേശിക്കുന്നത് അതിൽ നിന്ന് തൗബ ചെയ്യുക എന്നുള്ളതാണ്. തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക. ബഹുമാനപ്പെട്ട ഖതീബ് ഒരു സംഭവം സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹിൻ്റെ റസൂല് പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ പാപത്തെ സംബന്ധിച്ച് ഉറക്ക ആവലാതി പറയണം. പടച്ചോനെ, എൻ്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവലാതി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ വിളിച്ച് നബിയുടെ ഇരുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സമാധാനം കിട്ടുന്ന ചില വചനങ്ങൾ പഠിപ്പിക്കണം. എന്നിട്ട് റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ പറയാൻ, അല്ലാഹുവേ, നിന്റെ മഗ്ഫിറത്ത് എൻ്റെ പാപത്തെക്കാളും വിശാലമാണ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് എൻ്റെ കർമ്മങ്ങളെക്കാളും വലിയതാണ് എന്നുള്ള വാചകം 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ മായ്ക്കാൻ അതിനപ്പുറമാണ് അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്ത്, നിന്റെ പാപമോചനം. നീ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. എൻ്റെ അമല് അത് സത്യത്തിൽ വളരെ നിസ്സാരവും ചെറുതുമാണ്. എന്നാൽ നിന്റെ റഹ്മത്ത് കൊണ്ടേ ഞാൻ രക്ഷപ്പെടുള്ളൂ, എൻ്റെ അമൽ കൊണ്ട് ഞാൻ രക്ഷപ്പെടൂല. ഈ വാചകം റസൂലുള്ളാഹി 3 തവണ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം അത് ആവർത്തിച്ച് ഉച്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സമാധാനം ഉണ്ടായി. നമുക്കറിയാം, മനുഷ്യരിൽ തെറ്റുകൾ പറ്റുക എന്നുള്ളത് സ്വാഭാവികം, മനുഷ്യ സഹജമാണ്.
ഷെയ്ത്താൻ എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ പഴപ്പിക്കാൻ പറ്റുമോ അതിൻ്റെ പരിശ്രമത്തിലാണ്, ഏത് സമയത്തും അങ്ങനെയാണ്. പക്ഷേ ഒരു വിശ്വാസി, ഈമാനുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുകയും പിന്നീടുള്ള ജീവിതം ശരിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയത്ത് ആ ഭാഗം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ഒരുപാട് മനസ്സിലെ അസ്വസ്ഥതകളും അസൂയകളും പകകളും മറ്റുമായി റമദാനിനെ വരവേൽക്കുമ്പോൾ തീർച്ചയായിട്ടും അമലുകളിൽ അതിൻ്റെ ന്യൂനതകൾ കാണും. നേരെ വെച്ച് റമദാൻ സ്വീകരിക്കുന്നതിന് മുമ്പനൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക, എല്ലാം ക്ലീൻ ആക്കുക. കുടുംബബന്ധത്തിൽ അകൽച്ച പറ്റിയ ആളുകൾ, വ്യക്തിബന്ധത്തിൽ അകൽച്ച പറ്റിയ ആളുകൾ എങ്ങനെയാണ് അവർ തൗബ ചെയ്യുക? അവരാദ്യം അത് ശരിയാക്കാൻ ശ്രമിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഷഅബാൻ മാസത്തിൽ എല്ലാവരുടെയും അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും. ഉയർത്തപ്പെടുന്ന സമയത്ത് അള്ളാഹു ചില ആളുകളുടെ അമലുകൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, അവിടെ നിൽക്കട്ടെ എന്ന് പറയും, സ്റ്റേ ചെയ്യും ചില ആളുകളുടെ അമലുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഭാഗത്തെ പറ്റി പരിചയപ്പെടുത്തിയത് രണ്ടാളുകളുടെ ഇടയിൽ ഷഹന ഉണ്ട് എന്നാണ്. രണ്ടാളുകളുടെ ഇടയിൽ അകൽച്ചയുണ്ട്, പിണക്കമുണ്ട്. അപ്പൊ രണ്ടാളുകൾ തമ്മിൽ പിണക്കത്തിൽ നിൽക്കുകയാണെങ്കിൽ അവന്റെ അമലുകൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് അള്ളാഹു പറയുന്നതാണ് മലക്കളോട്. അത് ക്ലിയർ ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ഷഅബാനിൽ. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളിൽ അകൽച്ച പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണത്താൽ ബന്ധങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ കാരണത്താൽ അല്ല ബന്ധം അകന്നു പോയത് എങ്കിലും അത് ക്ലിയർ ആക്കാനുള്ള ശ്രമം നടത്തുക. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. കുടുംബ ബന്ധം ചേർക്കുന്നതിനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇങ്ങോട്ട് ബന്ധം ചേർക്കുമ്പോൾ അങ്ങോട്ട് ബന്ധം ചേർക്കുന്നതല്ല യഥാർത്ഥ കുടുംബ ബന്ധം ചേർക്കൽ. അത് ബന്ധം ചേർക്കുന്നതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞത് മുറിഞ്ഞു കിടക്കുന്നത് ചേർക്കുക എന്നാണ്. അതാണ് ചേർക്കൽ. ആ റസൂലുള്ള പറഞ്ഞത് ഒരു ബന്ധം മുറിഞ്ഞു കിടക്കുന്നുണ്ട്, നമ്മൾ ശ്രമിച്ചുകൊണ്ട് ആ ബന്ധം കൂട്ടിയോജിപ്പിക്കുക, അതാണ് ശരിക്കുള്ള ചേർക്കൽ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചത്. പലപ്പോഴും കുടുംബങ്ങളിലും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഉള്ള അകൽച്ചക്കുള്ള കാരണം പലതുമായിരിക്കാം. ചിലപ്പോൾ മറ്റവന്റെ ഭാഗത്തായിരിക്കും 75% തെറ്റ്, അല്ലെങ്കിൽ 80% തെറ്റ്, അല്ലെങ്കിൽ 100% തെറ്റ്. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് അതിനൊരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് റസൂൽ പറഞ്ഞ, രണ്ടാളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ആദ്യം സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നവനാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും സ്വീകാര്യൻ എന്ന് പ്രവാചകൻ പറയാനുള്ള കാരണം. മനസ്സിൽ നിന്ന് പകയും കിബറും ഒക്കെ ഒഴിവാക്കുക. എന്നിട്ട് മനസ്സുകൾ തമ്മിലുള്ള അടുപ്പുണ്ടാവുക. തെറ്റുകൾ പറ്റുന്ന ആളുകളുടെ പരിഹാരം തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മുന്നിൽ കൈനീട്ടൽ മാത്രമല്ല, മനുഷ്യരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് എങ്കിൽ മനുഷ്യർ തമ്മിൽ തന്നെ പരിഹാരം കാണണം. എന്നിട്ടാണ് പടച്ചവനോട് തൗബ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരാൾ കാരണത്താൽ ഒരു കുടുംബത്തിൽ സ്പ്ലിറ്റ് ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, വലിയ തെറ്റാണ്. കുടുംബത്തിൽ മുറിക്കുക അല്ലെങ്കിൽ കുടുംബത്തിൽ അകൽച്ച ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വർഗത്ത് പ്രവേശിക്കില്ലെന്നാണ്. ലാ യദ്ഖുലുൽ ജന്നക്കാത്താണ്. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്ത് പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഒരാളുടെ പ്രവർത്തനം കൊണ്ട്, അയാളുടെ സംസാരം കൊണ്ട്, അയാളുടെ ഇടപെടൽ കൊണ്ട് ഒരു ബന്ധം പൊട്ടിപ്പോയി എന്ന് സങ്കല്പിക്കുക. അതിന്റെ പരിഹാരം എന്താ? അതിന്റെ പരിഹാരം അയാൾ തന്നെ യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുശേഷം പടച്ചവനോട് തൗബ ചെയ്യണം. പടച്ചവൻ എൻ്റെ ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി, ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, ആ കാരണത്താൽ ഒരു ബന്ധം പൊട്ടിപ്പോയി, അതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ എനിക്ക് പരിഹരിച്ചു തരണം, മാപ്പാക്കി തരണമെന്ന് റബ്ബിനോട് പറയാം. ഒരാളുടെ പ്രവർത്തനം മാത്രം അള്ളാഹു എടുത്താൽ അയാൾ സ്വർഗത്ത് പ്രവേശിക്കൂല എന്നാണ് അള്ളാഹുന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞത്. അള്ളാഹിന്റെ റസൂൽ സഹാബത്തിനോട് പറയണം, ഒരാളുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രം കണക്കായിട്ടുള്ള പ്രതിഫലം അള്ളാഹു കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരാൾക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. സഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലുള്ളാ, റസൂലുള്ളാ നിങ്ങൾക്കും അങ്ങനെയാണോ? നബി പറഞ്ഞു, അതെ ഞാനും അങ്ങനെ തന്നെ. എൻ്റെ അമലുകൾ മാത്രം കണക്കൂട്ടി അള്ളാഹു എനിക്ക് കറക്റ്റ് പ്രതിഫലം തരികയാണെങ്കിൽ എനിക്ക് സ്വർഗത്ത് പോകാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റഹ്മത്താണ്, റഹ്മത്തോട് കൂടി തരണം. അതുകൊണ്ടാണ് നന്മകളെ പറ്റി പറഞ്ഞെടുത്ത് ഇരട്ടി 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 പ്രതിഫലം പറഞ്ഞു. സദക്കയെ പറ്റി പറഞ്ഞപ്പോൾ 700 ഇരട്ടിയാണ്, 700 ഇരട്ടി. എന്നിട്ട് ഖുർആൻ നിർത്താതെ വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അടിമയും തമ്മിലുള്ള തെറ്റാണെങ്കിൽ ആരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. നിസ്കാരത്തിൽ നോമ്പിലൊക്കെ പറ്റി തകരാറാണെങ്കിൽ ആരോടും പൊരുത്തപ്പെടിക്കേണ്ട ആവശ്യം ആരോടൊന്നും പറയേണ്ടതില്ല. പടച്ചവന് മുമ്പ് കഴിഞ്ഞിട്ടിയാൽ മതി. പക്ഷേ ഏത് നിമിഷം മുതൽ നമ്മൾ തൗബ ചെയ്യുന്നുവോ അന്നു മുതൽ ആ പ്രവർത്തനത്തിൽ കൃത്യത ഉണ്ടാവണം. ഇന്ന് തെറ്റ് ചെയ്യുക, തൗബ ചെയ്യുക, നാളെ അതേ തെറ്റാവർത്തിക്കുക, നാളെ തൗബ ചെയ്യുക, മറ്റന്നാളും അതേ തെറ്റാവർത്തിക്കുക. അതിന് തൗബ എന്ന് പറയില്ല. തൗബ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഖേദം ഉണ്ടാവണമെന്നാണ്, പ്രയാസം ഉണ്ടാവണം നമുക്ക്. പടച്ചോനെ എത്ര കാലം ഞാൻ ജീവിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന അപാകത പറ്റിപ്പോയല്ലോ, ആ സമയത്തെങ്ങാനും ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അള്ളാഹു എന്നെ സ്വർഗത്ത് പ്രവേശിക്കൂലല്ലോ.
അതുകൊണ്ട് പടച്ചോനെ എനിക്ക് ഒരുപാട് പാപങ്ങൾ എന്നിൽ പറ്റിപ്പോയി, എനിക്ക് മാപ്പ് തരണം, ഇനി മുതൽ ഞാൻ നന്നാവാൻ റെഡിയാണ് റബ്ബേ എന്നുള്ള ഒരു പ്രതിജ്ഞയോട് കൂടിയുള്ള ഒരു സംസാരമാണ് പടച്ചോന് മുമ്പിൽ വേണ്ടത്. അപ്പോഴാണ് തൗബ എന്ന് പറയാം. നമസ്കാരത്തിൽ കൃത്യതയില്ലാത്ത ആളുകൾ, നോമ്പിൽ കൃത്യതയില്ലാത്ത ആളുകൾ, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, ഹജ്ജിന് പോകാൻ വകണ്ടായിട്ട് പോകാത്ത ആളുകൾ, ഇതൊക്കെ വലിയ വലിയ ഗുരുതരമായ തെറ്റുകളാണ്. നമുക്കറിയാം. സത്യത്തിൽ ഹജ്ജിന് പോകാൻ വകണ്ടായിട്ട് ഒരാൾ ഹജ്ജിന് പോകാതിരുന്നാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞത് അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയി മരിക്കട്ടെ എന്നാണ്. ഈ സമയം ഹജ്ജിന് അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾക്കറിയാലോ, ഹജ്ജിന് അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഹജ്ജിന് പോകാൻ ഒരാൾക്ക് ഒപ്പുണ്ടെങ്കിൽ അയാൾ ഹജ്ജിന് പോകാതിരുന്നാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞ അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയി മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാം മതം കംപ്ലീറ്റ് അല്ല എന്നാണ്. ഇസ്ലാം മതം കംപ്ലീറ്റ് ആവണേ 5 തൂണാണ്, 5 കാലാണ്, 5ാമത്തെ ഹജ്ജാണ്. അപ്പൊ ഹജ്ജ് നിർവഹിക്കാത്ത മനുഷ്യൻ മുസ്ലിം ആയിട്ടില്ല, അയാൾ ഇസ്ലാം മതം കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. തൗബ ചെയ്യുമ്പോൾ അവനവന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ പടച്ചവന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ട് യാതൊരു കാര്യമില്ല. തൗബയുടെ സിഫത്തുകൾ, ഷുറൂത്തുകൾ പറയുന്ന ഭാഗങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായി അയാൾ പിന്മാറണം എന്നാണ്. എന്നുള്ള മെച്ചം എന്താ അറിയോ? എത്ര ഒരു കൂമ്പാരം തെറ്റുണ്ടെങ്കിൽ അള്ളാഹു മാപ്പാക്കി തരുന്നതാണ്. ബഹുമാനപ്പെട്ട ഖത്തീബ് നമസ്കാരത്തിൽ ഓതിയ ആദ്യ റക്അത്തിൽ ഓതിയ സൂറത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അള്ളാഹു വളരെ സ്നേഹത്തോടുകൂടി തെറ്റ് ചെയ്ത ആളുകൾ അള്ളാഹു സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്. ഖുൽ യാ ഇബാദി, എന്റെ അടിമകളെ. അള്ളാന്റെ വിളിയുണ്ടോ? എന്റെ അടിമകളെ. എത്ര തെറ്റ് ചെയ്ത മനുഷ്യനെ അറിയോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച മനുഷ്യ, അല്ലെ എന്റെ അടിമേ. എന്നാൽ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ എന്നെ ആക്രമിച്ചു എന്നാണ് ഇസ്ലാമിന്റെ ശൈലി. ഇസ്ലാം ഖുർആൻ ഉപയോഗിച്ച ശൈലി അതാണ്. ലലമ നഫ്സഹു എന്നാണ്. ഞാൻ തെറ്റ് ചെയ്താൽ അതിന്റെ നഷ്ടം എനിക്കാണ്, ഞാൻ എന്നെ നശിപ്പിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റ് പ്രവർത്തിച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ എന്നെ നശിപ്പിക്കുന്നു, ഞാൻ എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. അള്ളാഹ്ക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റും ഇല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച മനുഷ്യ. ആ മനുഷ്യനെ വിളിച്ചുകൊണ്ടാണ് എൻ്റെ അടിമേ. സ്നേഹത്തോടു കൂടി യാ ഇബാദി, എൻ്റെ അടിമേ, നിന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നീ നിരാശപ്പെടണ്ട. അള്ളാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം വളരെ വിശാലമാണ്. പടച്ചവൻ ഒരാൾക്ക് റഹ്മത്ത് ചൊരിഞ്ഞാൽ അതിന്റെ മുന്നിൽ മറ്റൊന്നുമില്ല, എല്ലാം മാഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് പടച്ചവന്റെ റഹ്മത്ത്. അതുകൊണ്ടാണ് ആ കുറ്റത്തെപ്പറ്റി, ദമ്പിനെപ്പറ്റി ആവലാതി പറഞ്ഞ ആളുകളോട് റസൂലുള്ളാഹി 3 വട്ടം ആ വാചകം പഠിപ്പിച്ചു കൊടുത്ത്. എൻ്റെ അമലിനേക്കാളും വിശാലമാണ് റബ്ബേ നിന്റെ റഹ്മത്ത്. എൻ്റെ അമലുകൊണ്ട് മാത്രം എനിക്ക് കഴിയില്ല, നിന്റെ റഹ്മത്തും കൂടെ തരണം എന്നാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശപ്പെടേണ്ട. എത്ര തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിലും, ഒരു കൂമ്പാരം തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിലും, നിന്റെ അമല് കൊണ്ട് നീ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അള്ളാഹു എന്നെ സ്വീകരിക്കില്ല എന്ന് നീ വിചാരിക്കണ്ട. അള്ളാഹു എല്ലാം മാപ്പാക്കും. പ്രിയപ്പെട്ടവരെ, തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു മഹനീയമായ ഒരു സന്ദർഭമാണ്. സ്ട്രോങ് തീരുമാനം എടുക്കാൻ. എന്താ ആളുകൾക്ക് തെറ്റിൽ നിന്ന് മുക്തമാകുന്നതിന് പ്രശ്നം? ആളുകൾക്ക് തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒഴിവായി പോരാനുള്ള പ്രശ്നം എന്താ? പ്രശ്നം നമുക്കറിയാം. ലാഭം നഷ്ടവും കണക്കൂട്ടുന്ന പരിപാടിയാണ്. ലാഭം നഷ്ടവും ദുനിയാവിൽ വെച്ചുകൊണ്ട് ലാഭവും നഷ്ടവും കണക്കൂട്ടുക. ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള കാരണം എന്താ? അയാൾ കണക്കൂട്ടണം ലാഭവും നഷ്ടവും. അതുകൊണ്ട് ദുനിയാവിൽ ലാഭത്ര ഉണ്ട്, അത് ഒഴിവാക്കിയാൽ ദുനിയാവിൽ ഇത്ര നഷ്ടമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ഒരു നഷ്ടം നഷ്ടമല്ല. നമുക്കറിയാം ദുനിയാവിൽ നടക്കുന്ന നഷ്ടം നഷ്ടമല്ല, അത് സ്ഥായിയല്ല. പരലോകത്തെ നഷ്ടമാണ് യഥാർത്ഥ നഷ്ടം. വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന് പറയുന്നത് സൂറത്തുൽ മുത്തഫിഫീനിൽ കാണാം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരായത്ത് സൂറത്തുൽ മുത്തഫിഫീൻ, അമ്മ ജുസയിലെ ഒരു സൂറത്താണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിർത്തപ്പെടുമെന്നുള്ള പേടിയില്ലാത്ത ആളുകൾ, പടച്ചവന്റെ മുമ്പിൽ വിചാരണക്ക് കൊണ്ടുവരുമെന്നുള്ള ആലോചനയില്ലാത്ത മനുഷ്യർ, അവർ ദുനിയാവ് മാത്രം ലാക്കാക്കിക്കൊണ്ട് ഇടപാടുകൾ നടത്തുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർക്ക് നാശമാണ്. 2 ലോകത്തും നാശമാണ്. സത്യത്തിൽ അവൻ വിചാരിക്കും ഇവിടെ ഭയങ്കര ലാഭമാണ്. ലാഭമല്ല. ഇവിടെ അവന്റെ ക്യാഷിന്, അവിടെ അവന്റെ പണത്തിന് ഒരു ബർക്കത്തും അള്ളാഹു കൊടുക്കൂല. പരലോകത്ത് അവന് നരകമാണ്. പലിശന്റെ ആളുകൾ, ഹറാമായ വരുമാനം സമ്പാദിക്കുന്ന ആളുകൾ, ഇതൊക്കെ വരുന്ന വിഷയം അതാണ്.
ഏത് രംഗത്തും നമ്മൾ പ്രിയപ്പെട്ടവരെ ദുനിയാവിലെ ലാഭവും നഷ്ടവും എല്ലാം കണക്ക് കൂട്ടേണ്ടത് റബ്ബിന്റെ തൃപ്തിയും അതൃപ്തിയുമാണ് കണക്ക് കൂട്ടേണ്ടത്. ഞാൻ ഇത് ചെയ്താൽ എൻ്റെ റബ്ബ് എന്നെ എന്താ മനസ്സിലാക്കുക, ഞാൻ ഇത് പ്രവർത്തിച്ചാൽ എൻ്റെ റബ്ബ് എന്നെ എങ്ങനെ കാണും എന്നൊരു ആലോചന നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ലാഭവും നഷ്ടത്തോടെ കണക്കൂട്ടൂല. നമുക്കറിയാം ചരിത്രത്തിലെ 2 ആളുകളുടെ പേര് പലപ്പോഴും നമ്മൾ പറഞ്ഞതാ. ഉമർ ബിൻ ഖത്താബ്, രണ്ടാമത്തത് വലീദ് ബിൻ മുഗീറ. 2 ആളും മുശ്രിക്കുകളായിരുന്നു. വലീദ് ബിൻ മുഗീറയും മുശ്രിക്കായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു മുശ്രിക്കായിരുന്നു മുമ്പ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് സത്യം ഇന്ന ഭാഗത്താണെന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. ലാഭവും നഷ്ടമൊന്നും അദ്ദേഹം കണക്കൂട്ടില്ല. അതിന്റെ വരും വരായികളൊന്നും അദ്ദേഹം ആലോചിച്ചില്ല. കുടുംബ ബന്ധത്തിലെ പ്രശ്നങ്ങളൊന്നും ആലോചിച്ചില്ല. ഇതാണോ സത്യം, അത് ഞാൻ സ്വീകരിക്കാം. അതാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം മുസ്ലിമായി. വലീദ് ബിൻ മുഗീറ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാളും വളരെ വിവരമുള്ള, വിജ്ഞാനമുള്ള, അറബി ഭാഷയിൽ അറിവുള്ള ആളായിരുന്നു വലീദ് ബിൻ മുഗീറ. അദ്ദേഹം വിശുദ്ധ ഖുർആൻ കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായതിനേക്കാളും വേഗത്തിൽ വലീദിന് മനസ്സിലായി. കാരണം അറബി ഭാഷയിൽ കൂടുതൽ ഡെപ്ത് ഉണ്ട്, വിവരമുണ്ട്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ പോയി വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ വായിൽ കൈവച്ചുകൊണ്ട് ഇത് സത്യമാണ് എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു വലീദ് ബിൻ മുഗീറ. പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയപ്പോൾ അവർ ചോദിച്ചു, നീ മുസ്ലിമായോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അങ്ങനെ അവർ കുറെ ഓഫറുകൾ കൊടുത്തു, ദുനിയാവിൽ കിട്ടുന്ന കുറെ ഓഫറുകൾ. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിവരം പറയാം. അദ്ദേഹം ആലോചിച്ചു. വിശുദ്ധ ഖുർആനിൽ കാണാം, 2-ാമത്തെ ജുസിൽ, തബാറക ജുസിൽ കാണാം, ഇന്നഹു ഫക്കറ വഖദ്ദർ. അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹം കണക്ക് കൂട്ടി. എന്താ അദ്ദേഹം കണക്ക് കൂട്ടിയത്? ഏതിലാണ് കൂടുതൽ ബെനിഫിറ്റ്, ഏതാ ലാഭം? പ്രവാചകന്റെ കൂട്ടത്തിലേക്ക് പോയി മുസ്ലിമായി നിന്നാൽ ഇവിടെ കിട്ടുന്ന ലാഭം എന്താണ്? അതല്ല പഴയ ടീമിന്റെ കൂടെ നിന്നാൽ ഇവിടെ കിട്ടുന്ന ലാഭം എന്താണ്? ഇന്നഹു ഫക്കറ വഖദ്ദർ. അദ്ദേഹം കണക്ക് കൂട്ടി, അദ്ദേഹം ആലോചിച്ചു, അദ്ദേഹം ചിന്തിച്ചു. ലാഭം നഷ്ടം എല്ലാം അദ്ദേഹം നോക്കി. വരും വരായികൾ അദ്ദേഹം ചിന്തിച്ചു, ദുനിയാവിലെ കാര്യങ്ങൾ. അവസാനം അദ്ദേഹത്തിന്റെ വായ കൊണ്ട് അദ്ദേഹം തിരുത്തി പറഞ്ഞു. ആദ്യം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. ഈ വിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ വചനമല്ല, പടച്ചോന്റെ വചനമല്ല എന്ന് അതിന്റെ കുറച്ചു മുമ്പ് അള്ളാഹുവിന്റെ വചനമാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് പ്രഖ്യാപിച്ച അതേ വലീദ് തിരുത്തി പറഞ്ഞു. എന്താ വിഷയം? ഇവിടെയും പല ആളുകളുടെയും പ്രശ്നം തന്നെയാണ് അല്ലേ? ബിസിനസ്, പലിശ ഇടപാട് നടത്തുന്ന ആൾക്കാരുണ്ട്, പലിശ ഇടപാട് നടത്തുന്ന ആളുകൾ, ഹറാമായ വരുമാനങ്ങൾ വാങ്ങുന്ന ആളുകളുണ്ട് അല്ലേ? ഇസ്ലാം മതം പറഞ്ഞ രൂപത്തിൽ പ്രവർത്തിക്കാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. എന്താണ് അവരെ പ്രശ്നം? അതിന് പിന്മാറുന്നതിന് അവരെ പ്രശ്നം എന്താ? ഇന്നഹു ഫക്കറ വഖദ്ദർ. കണക്കൂട്ടൽ. ലാഭം ഏതാണ്, ഏതാ മെച്ചം, ദുനിയാവിലെ മെച്ചം? ഈ ജീവിതം വളരെ ചെറുതാണെന്ന് നമുക്കറിയാം. എത്ര മയ്യത്തിന് കൂടെ നമ്മൾ പോയിട്ടുണ്ട്, എത്ര മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിൽ നമ്മളോടുകൂടെ ഭക്ഷണം കഴിച്ച, നോമ്പ് തുറന്ന പല ആൾക്കാരൊന്നും നമ്മളെ കൂടെ ഇല്ല. അവർ പോയി പരലോകത്തേക്ക്. അവരെ ദുനിയാവ് കഴിഞ്ഞു. അവരുണ്ടാക്കിയ ഹറാമിലൂടെ ഉണ്ടാക്കിയ കാശും സ്വത്തൊക്കെ ആരുതായി? അവരുതല്ലാതായി മാറി. അവരെ മക്കളോ വേറെ അനന്തരാവകാശികളോ അവർക്ക് യാതൊരു അവകാശവും അതിലില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത, ഹറാമിന്റെ സമ്പാദ്യം സമ്പാദിച്ച ആൾക്കാരാ. നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ, എന്തൊരു നഷ്ടമായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. കഴിഞ്ഞ റമദാനിൽ നമ്മളോട് കൂടെ ഉള്ള ഒരു മനുഷ്യൻ, അയാൾ ജീവിതത്തിൽ മാറ്റം വരുത്തിയില്ല. റമദാൻ വന്നിട്ട് അയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. പഴയ ഇടപാടും പഴയ എല്ലാ ഏർപ്പാടായിട്ട് അയാൾ അങ്ങനെ പോയി. തൗബയും അയാൾ ചെയ്തില്ല. തൗബ അങ്ങനെ വെറുതെ കൈ വെച്ചിട്ട് കുറെ അറബി വാചകങ്ങൾ ഉച്ചരിക്കലല്ലോ തൗബ. എന്തായിരിക്കും അയാളെ പരലോകത്തെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ചു. അയാളെ ഖബറിലെ ശിക്ഷ എന്തായിരിക്കും? ഖബറിൽ നിന്നുള്ള ചോദ്യം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. അവിടെ നിന്നുള്ള ശിക്ഷ തുടങ്ങുന്നതിനെ പറ്റി അള്ളാഹിന്റെ റസൂല് പറഞ്ഞു. പരലോകത്ത് മഹ്ശറയിൽ വെച്ചുകൊണ്ട് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയെ പറ്റി പറഞ്ഞു. വെറും 50, 60, 70 വയസ്സുവരെ ജീവിക്കാൻ വേണ്ടി അയാൾ ചെയ്ത കുതന്ത്രങ്ങളും തെറ്റുകളും അള്ളാഹുവിന്റെ കൽപ്പനകൾ വലിച്ചെറിഞ്ഞതൊക്കെ അയാൾക്ക് എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ? ഖബറിൽ മഹ്ശറയിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും? പിന്നെ അയാളുടെ സ്ഥിരമായ ശരിക്കുള്ള ജീവിതമാണ് തുടങ്ങുന്നത്. നമ്മൾ ആലോചിക്കണം, ശരിക്കുള്ള ജീവിതം. പിന്നെ ആ ജീവിതത്തിൽ മരണമില്ല, കൊല്ലങ്ങളില്ല, വർഷങ്ങളില്ല, നൂറ്റാണ്ടുകളില്ല, അനന്തമായ ജീവിതം, ഒരറ്റമില്ലാത്തൊരു ജീവിതമാണ്. ആ 100 കൊല്ലവും 200, 500 ഒന്നും അയാൾ ജീവിക്കുക. മരണമില്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ഇവിടെ മരണമില്ല. പ്രിയപ്പെട്ടവരെ, ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ദുനിയാവിലെ ലാഭവും നഷ്ടവും കണക്ക് കൂട്ടിയിട്ട് അള്ളാഹിന്റെ തൃപ്തി കിട്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അള്ളാഹുവിന് ഇഷ്ടം എന്താണെന്ന് പഠിക്കുക. ആദ്യം ഖുർആൻ മുന്നിൽ വെച്ചിട്ട് പഠിക്കുക. വേറൊന്നും നോക്കണ്ട. വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചിട്ട് എന്തൊക്കെ ഇടപാടുകൾ പറ്റുമെന്ന് പഠിക്കുക, എന്തൊക്കെ സ്വഭാവങ്ങൾ പറ്റുമെന്ന് പഠിക്കുക, ഏതൊക്കെ രൂപത്തിൽ ഇടപെടാമെന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം നമ്മുടെ പ്രവർത്തനം അതിനെതിരാണെങ്കിൽ അത് ഒഴിവാക്കുക, വലിച്ചെറിയുക. എത്ര നഷ്ടം ഉണ്ടായിക്കോട്ടെ, ഒരു നഷ്ടമല്ല. എത്ര നഷ്ടം, അത് ദുനിയാവിലല്ല, എത്ര വരെ ഉണ്ടാവുക നഷ്ടം ഉണ്ടെങ്കിൽ തന്നെ. പ്രിയമുള്ളവരെ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസാ വഹുവ മുഹ്മിൻ
ഫലനുഹയ്യന്നഹു ഹയാത്തുൻ ത്വയ്യിബ. ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ ഈമാനോട് കൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ നല്ലൊരു ജീവിതം നമ്മൾ ഇവിടെ കൊടുക്കുന്ന അള്ളാഹുവിന്റെ ഓഫർ. പരലോകത്ത് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ഇടപാടുകൾ നടത്തിയാൽ, ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് സ്വഭാവം നന്നാക്കിയാൽ, ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിച്ചാൽ പരലോകത്ത് മാത്രമല്ല സ്വർഗം, ഈ ലോകത്തും സുഖം ഉണ്ടാവും എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഫലനുഹയ്യന്നഹു ഹയാത്തുൻ ത്വയ്യിബ. നല്ലൊരു ജീവിതം നമ്മൾ ഇവിടെ കൊടുക്കാന്നാണ് അള്ളാഹിന്റെ ഓഫർ, അള്ളാഹിന്റെ വാഗ്ദാനാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹു വാഗ്ദാനം ലംഘിക്കൂല. ഒരാൾ ഈമാനോട് കൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അയാൾക്ക് അള്ളാഹു കൊടുക്കുന്നത് ആണായാലും പെണ്ണായാലും അയാൾക്ക് നല്ലൊരു ജീവിതമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം. എത്ര നല്ല വാഗ്ദാനം! 2 ലോകവും കിട്ടുന്ന വാഗ്ദാനം. മറ്റതോ ഹറാമായ ഇടപാടുകൾ നടത്തി ഹറാമായ സ്വഭാവം വെച്ച് പുലർത്തി നടക്കുന്ന ആളുകൾക്ക് ഇവിടെ മനസ്സമാധാനം ചെയ്യാൻ പരലോകത്ത് നരകവും 2 ലോകവും നഷ്ടപ്പെടുക. ഖസിറദ് ദുനിയ വൽ ആഖിറ. ഖുർആൻ പരിചയപ്പെട്ടു. 2 ലോകവും നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ. അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാനുള്ള ഒരു സന്ദർഭം. അപാകതകളും പോരായ്മകളും എന്താണ് എന്ന് ആദ്യം സ്വന്തം പരിശോധിക്കുക. അപാകതകൾ എന്താണ്, പോരായ്മകൾ എന്താണെന്ന് സ്വന്തം വിലയിരുത്തുക. അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. ഇന്ന ഇടപാട് പറ്റുമോ, ഇന്ന സ്വഭാവം പറ്റുമോ, ഇന്ന സ്വഭാവങ്ങളുണ്ട്, ഇന്ന ഇടപാടുകൾ ഞാൻ നടത്തുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ എന്നിലുണ്ട്, അതിൽ എന്ത് തകരാറുണ്ടോ എന്ന് ചോദിക്കുക. ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയാൻ പറയാം. എന്നിട്ട് ഖുർആനിനും സുന്നത്തിനും എതിരാണെങ്കിൽ അത് നിർത്തുക, സ്റ്റോപ്പാക്കുക. അതിന്റെ നഷ്ടങ്ങൾ കണക്കുകൂട്ടേ വേണ്ട. നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയ സ്വർഗ്ഗമാണ്. നമുക്ക് ആലോചിച്ചൂടെ? വലിയൊരു സ്വർഗ്ഗമാണ്. രക്ഷപ്പെടാൻ പോകുന്നത് വലിയൊരു നരകത്തിൽ നിന്നാണ്. ചൂടേറിയ ദുനിയാവിലെ തീയിനേക്കാളും 70 ഇരട്ടി ചൂടുള്ള തീയിൽ നിന്നാണ് രക്ഷപ്പെടാൻ പോണത്. പിന്നെന്താ അതിനെക്കാട്ടും വലിയ ലാഭം എന്താ? അതിനേക്കാളും വലിയ ലാഭം എന്താണ് നമുക്ക് കിട്ടാൻ പോണത്? പ്രിയപ്പെട്ടവരെ, തീരുമാനം എടുക്കണമെങ്കിൽ സ്ട്രോങ് തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നഷ്ടവും ലാഭവും കണക്കൂട്ടാത്ത മനുഷ്യന്മാരോട് പറയുന്നത്. അള്ളാഹുവിന്റെ തൃപ്തി ഏതിലാണോ എന്ന് പരിശോധിക്കുക. അങ്ങനൊക്കെ നോക്കിയാലും ചിലപ്പോൾ മാനസികമായ അപാകതകൾ വന്നു പോകാം. എന്നാലും തീരുമാനം എടുത്തിട്ട് അവൻ മുന്നേറി ഡൈവേർട്ട് ചെയ്തു, അവന്റെ പ്രവർത്തനം മാറ്റി മുന്നോട്ട് പോയി. ആ പോകുമ്പോൾ ചിലപ്പോൾ വീഴ്ചകളും പോരായ്മകളൊക്കെ ഉണ്ടാവാം. അതൊക്കെ അള്ളാഹു മാപ്പാക്കി തരും. എന്തായാലും അങ്ങനത്തെ തീരുമാനം അവൻ എടുക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇതിന് പ്രധാനം. അതുകൊണ്ടാണ് ഗഫൂറാണ് റഹീമാണ് എന്ന് അള്ളാഹുവിന്റെ പേരിനോട് കൂടെ വിശദീകരിച്ചത്. അതേ ആയത്തിന്റെ ലാസ്റ്റ് അതാണ്, വഹുവൽ ഗഫൂറുർ റഹീം. ഗഫൂർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ എന്നല്ല, ധാരാളം പൊറുക്കുന്നവൻ എന്നാണ്. റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധിയാണ്. എല്ലാം കരുണയുടെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ നിധിയാണ് റബ്ബ്. റബ്ബ് ഒരാളെ നരകത്തിലിടാറുണ്ട് റബ്ബ് ഇഷ്ടപ്പെടുന്ന സംഗതിയല്ല. ഒരു വിധം പാകണ്ടെങ്കിൽ അള്ളാഹു ഓരോരുത്തരെയും നരകത്തുനിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതിന് ചാൻസുകൾ നമ്മൾ ഉണ്ടാക്കണം. തീരെ എഴുതാത്ത ഒരു പേപ്പറിന് ഒരു അധ്യാപകന് മാർക്ക് ഇട്ട് കൊടുക്കൂല. ആൻസർ നോക്കുമ്പോഴേ, മാർക്ക് ഷീറ്റ് നോക്കുമ്പോൾ ആൻസർ തീരെ എഴുതാത്ത ഒരാൾക്ക് പട്ടപൂജ ഇട്ട് കൊടുക്കുക. കുറെ എഴുതിയിട്ടുണ്ട്, അതിൽ കുറച്ചൊക്കെ തകരാറുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തി കൊടുക്കും. ഇതാണ് അള്ളാഹുവിന്റെ പരിഗണന. നമ്മൾ കുറെ അമലുകൾ ചെയ്തു, പക്ഷെ പോരായ്മകളൊക്കെ ഉണ്ടാവും, തകരാറുകൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അള്ളാഹു മാപ്പാക്കി തരും. അവൻ ഗഫൂറാണ് റഹീമാണ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈ വരുന്ന പരിശുദ്ധ റമളാൻ പൂർണ്ണമായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.